എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഈ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും ഐക്യജനാധിപത്യ മുന്നണിയുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് 3 മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര വനം മന്ത്രിയെ കണ്ട് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി. പാർലമെന്റിൽ ചോദിച്ചു കേന്ദ്ര വന നിയമം സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ, കേരളത്തില് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിൽ കേരളത്തില് ഈ വന്യമൃഗ വേട്ടയ്ക്ക് ഒരു സൗകര്യം ചെയ്യണം. അതുപോലെ തന്നെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള അക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണം. ഷെഡ്യൂൾ 1-ലും 2-ലും ഉൾപ്പെടുത്തി സംരക്ഷിച്ചിട്ടുള്ള പല ജീവികളും മനുഷ്യന് ഹാനികരമായി ഉള്ള ജീവികളാണ്. അപ്പൊ അത് സംബന്ധിച്ച് നിവേദനം കൊടുത്ത ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര വനം മന്ത്രി റിട്ടേണായി എഴുതി കൊടുത്തു MP ഫ്രാൻസിസ് ജോർജിന്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വന്യമൃഗങ്ങളെ, അപകടകാരികളായ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ കേരളത്തിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് സംസ്ഥാനത്തെ വനംവകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന് ഇവിടെ വന്ന് പാലക്കയറ്റ് വന്ന് പന്നി വെടിവെക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് അധികാരികളെ ചുമതലപ്പെടുത്താൻ പറ്റും. അദ്ദേഹത്തിന്റെ പവേഴ്സ് അദ്ദേഹത്തിന് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്യാൻ അദ്ദേഹം നടപടി എടുക്കണ്ടേ? അത് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ചില പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തു. കൊടുത്തപ്പോൾ നിങ്ങൾ വാർത്തകൾ വായിച്ചു. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ ആ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു, പന്നികളെ വെടിവെക്കാൻ തീരുമാനിച്ചു. ആർജവമുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ അങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ എന്ത് ചെയ്തു? ആ കൊടുത്ത പവേഴ്സ് തിരിച്ചു പിടിച്ചു. അപ്പൊ ഈ സർക്കാരിന്റെ നിലപാടെന്താ? അപ്പൊ ഒരു വശത്ത് അധികാരം കൊടുക്കുക, കൊടുത്ത അധികാരം ഉപയോഗിക്കുന്ന ഘട്ടം വന്നപ്പോൾ അത് തിരിച്ചു പിടിക്കുക. അപ്പൊ 4 പന്നിയെ കൊല്ലാൻ പോലും പറ്റാത്ത ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ആസ്ട്രേലിയയിലെ പോലെയുള്ള രാജ്യങ്ങൾ, അവിടുത്തെ ദേശീയ മൃഗമാണ് കങ്കാരുവിനെ അവിടെ വേട്ടയാടുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ ശാസ്ത്രീയമായ സയന്റിഫിക് കള്ളിംഗ് ഉണ്ട്. മൃഗങ്ങൾ അന്യായമായി പെറ്റുപെരുകുന്ന കാലഘട്ടത്തിൽ, മനുഷ്യജീവൻ സാധ്യമല്ലാത്ത ഘട്ടത്തിൽ, പാരിസ്ഥിതികമായ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ശാസ്ത്രീയമായി കള്ളിംഗ് നടത്തി അതിനേക്ക് നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു ഏർപ്പാട് നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ രാജ്യത്തിന് പുറത്തുണ്ട്. എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നില്ല? അതുകൊണ്ട് ഞാൻ ആമുഖമായി പറഞ്ഞത് കാട്ടുപന്നി മനുഷ്യരെ കൊന്നാൽ ഒരു പട്ടിയുമില്ല, പക്ഷെ കാട്ടുപന്നിക്ക് വേണ്ടി വാദിക്കാൻ ആളുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം എനിക്ക് സന്തോഷമുണ്ട്. ആരെങ്കിലും പന്നിയെ കൊന്നാൽ നിങ്ങൾ ഫോറസ്റ്റുകാരാണ്